കഴിഞ്ഞ വീഡിയോയിൽ കുറച്ച് പേർ സംശയങ്ങൾ ചോദിച്ചിരുന്നു. കുറച്ച് പേർ നേരിട്ട് വിളിക്കുകയും ചെയ്തിരുന്നു. അതിൽ ചോദിച്ച ചോദ്യങ്ങൾ കുറേയൊക്കെ കോമൺ ചോദ്യങ്ങളായിരുന്നു. അതുകൊണ്ട് ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇതെൻ്റെ വൈഫ് റോസി പോള്. ബാങ്കിലായിരുന്നു. റിട്ടയർ ചെയ്തതിന് ശേഷം ഞങ്ങൾ രണ്ടുപേരും ഇൻഷുറൻസ് മേഖലയിൽ പ്രവർത്തിക്കുന്നു. അടുത്തതായി നമുക്ക് ചോദ്യങ്ങളിലേക്ക് കിടക്കാം. ഞാനൊരു പുതിയ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാൻ നിൽക്കുന്ന ആളാണ്. പക്ഷേ പൈസ അടച്ച് ഒരു വർഷത്തിനുള്ളിൽ നമുക്ക് ക്ലെയിം ഒന്നും വന്നില്ലെങ്കിൽ അടച്ച പൈസ നഷ്ടമാകില്ലേ? വളരെ അർത്ഥവത്തായിട്ടുള്ള ചോദ്യം, പല ആളുകളും ചോദിക്കുന്ന ചോദ്യമാണ്. ഇവിടെ നമുക്ക് ഇന്ത്യയിൽ നമ്മൾ അടയ്ക്കുന്ന പ്രീമിയത്തിനേക്കാളും കൂടുതൽ തുക വരെ പല ആനുകൂല്യങ്ങളുമായി കിട്ടാൻ ഉള്ള ഒരു അവസരമുണ്ട്, നമ്മൾ ആസ്പത്രിയിൽ അഡ്മിറ്റ് ആയില്ലെങ്കിലും. അതുപോലത്തെ പോളിസികൾ നമ്മൾ ചോദിച്ചു വാങ്ങാൻ ശ്രമിക്കുക. അടുത്ത ചോദ്യം, പോളിസി എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? പോളിസി എടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, മുഴുവൻ ആനുകൂല്യങ്ങളും നമുക്ക് ലഭിക്കുന്ന പോളിസിയാണോ എന്ന് നമ്മൾ ചോദിച്ച് മനസ്സിലാക്കി വേണം ഒരു പോളിസി എടുക്കുവാൻ. പോളിസി വേർഡിങ്സ് വായിച്ച് മനസ്സിലാക്കാൻ അറിയാത്ത ഒരാളാണെങ്കിൽ 8 ആനുകൂല്യങ്ങൾ ഈ പോളിസിയിൽ ഉണ്ടോ എന്ന് ചോദിച്ച് മനസ്സിലാക്കണം. ഈ 8 ആനുകൂല്യങ്ങൾ ഉള്ള പോളിസിയാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. അടുത്തത്, ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി എവിടെ നിന്ന് എടുക്കുന്നതാണ് സർവീസ് കിട്ടാൻ നല്ലത്? പലരും ഇങ്ങനെയുള്ള ഒരു ചോദ്യം ചോദിക്കാറില്ല. നമ്മൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു കമ്പനിയുടെ മാത്രം ഹെൽത്ത് ഇൻഷുറൻസ് ചെയ്യുന്ന ഒരാളിൽ നിന്നും കഴിയുന്നതും പോളിസി എടുക്കുന്നത് ഒഴിവാക്കുക. ഒന്നിലധികം കമ്പനികളുടെ, അതും മികച്ച കമ്പനികളുടെ ഹെൽത്ത് ഇൻഷുറൻസ് പോളിസികൾ ചെയ്യുന്ന പരിചയസമ്പന്നരായ ഏജൻറ്റുമാരുടെ കയ്യിൽ നിന്നും പോളിസി എടുത്താൽ നിങ്ങൾക്ക് അനുയോജ്യമായ ഹെൽത്ത് ഇൻഷുറൻസ് നിങ്ങൾക്ക് എടുക്കാൻ സാധിക്കും. അടുത്തത്, ഏത് കമ്പനിയുടെ പോളിസി എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്? ഇത് വളരെ നല്ലൊരു ചോദ്യമാണ്. കൂടുതൽ ആളുകളും കൺഫ്യൂസ്ഡ് ആവുന്നൊരു ചോദ്യമാണ്. അതായത് ഒരു പോളിസി ഒരാൾക്ക് കൊടുക്കണമെങ്കിൽ നമുക്ക് ഒരാളുടെ സാമ്പത്തിക സ്ഥിതിയും ആരോഗ്യസ്ഥിതിയും അറിഞ്ഞതിന് ശേഷം ഇന്ത്യയിലുള്ള 40ലധികം കമ്പനികളുടെ ഹെൽത്ത് ഇൻഷുറൻസ് പോളിസികളിൽ ഏത് പോളിസിയാണോ ഓരോരുത്തർക്കും മാച്ച് ചെയ്യുന്നത് എന്ന് അറിഞ്ഞു വേണം ഒരാൾക്ക് ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി കൊടുക്കാൻ. അതിനുവേണ്ടി പോളിസി എടുക്കുന്ന ആളും ഏജൻറ്റും തമ്മിൽ ചുരുങ്ങിയത് 1 മണിക്കൂറെങ്കിലും ഇരുന്ന് സംസാരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും സംശയങ്ങൾ ക്ലിയർ ചെയ്ത് ആരോഗ്യസ്ഥിതിയും മനസ്സിലാക്കിയതിന് ശേഷം ഏത് കമ്പനിയുടെ പോളിസിയാണ് നമുക്ക് കൊടുക്കാൻ നല്ലത് എന്ന് തീരുമാനിക്കാം. അടുത്തതെന്തായിരുന്നു? നിലവിൽ രോഗങ്ങളുള്ളവർക്ക് ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി എടുക്കാൻ സാധിക്കുമോ? തീർച്ചയായും സാധിക്കും. പക്ഷേ ഭൂരിഭാഗം ആളുകൾക്കും ഇങ്ങനെയുള്ള ആളുകൾക്ക് നിലവിൽ രോഗങ്ങൾ ഉള്ള ആളുകൾക്ക് പോളിസി എടുക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. നിലവിൽ ഇപ്പോൾ പല കമ്പനികളും, ചുരുക്കി പറഞ്ഞാൽ ആൻജിയോപ്ലാസ്റ്റി, ആൻജിയോഗ്രാം, ബൈപ്പാസ് എന്നിവ കഴിഞ്ഞവർക്കും ABCD രോഗങ്ങളുള്ളവർക്കും പോളിസികൾ കൊടുക്കുന്നുണ്ട്, നിബന്ധനകൾക്ക് വിധേയമായി. അടുത്തത്, നിലവിൽ ചെറിയ തുകയുടെ പോളിസി ഉള്ളവർക്ക് കവറേജ് കൂട്ടാൻ കഴിയുമോ? കഴിയും, പക്ഷേ നമുക്കത് ഉറപ്പ് പറയാൻ സാധിക്കില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ, ഇവർ നിലവിലുള്ള പോളിസി എടുത്തതിന് ശേഷം എന്തെങ്കിലും അസുഖങ്ങളോ രോഗങ്ങളോ വന്നിട്ടുണ്ടോ, അതുപോലെ നിലവിലുള്ള ആരോഗ്യസ്ഥിതി ഇതൊക്കെ അറിഞ്ഞതിന് ശേഷം മാത്രമേ നമുക്ക് കൊടുക്കുവാൻ സാധിക്കുകയുള്ളൂ. ഹെൽത്തി ആയിട്ടുള്ള ഒരാളാണെങ്കിൽ തീർച്ചയായും അവർക്ക് ഈ നിലവിലുള്ള പോളിസിക്ക് ടോപ്പപ്പ് ചെയ്ത് കവറേജ് കൂട്ടി കൊടുക്കാൻ സാധിക്കുന്നതാണ്. ഒരു GSTയുടെ ചോദ്യം ഉണ്ടായിരുന്നല്ലോ. ഞാനൊരു പ്രവാസിയാണ്. എനിക്കും എൻ്റെ കുടുംബത്തിനും എൻ്റെ മാതാപിതാക്കൾക്കും പോളിസി എടുക്കുമ്പോൾ GST വേവർ ലഭിക്കുമോ? തീർച്ചയായും ലഭിക്കുന്നതാണ്. നിങ്ങളൊരു പ്രവാസിയാണെങ്കിൽ നിങ്ങളുടെ വയസ്സായ അച്ഛനമ്മമാർ നാട്ടിലുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ഒരു പോളിസി എടുത്ത് അവരുടെ ചികിത്സാപരമായ ചെലവുകൾ ക്ലെയിം ചെയ്യാൻ നിങ്ങൾക്ക് അവസരമുണ്ടായിരിക്കും. അതോടൊപ്പം നിങ്ങൾക്ക് GST വേവറും ലഭിക്കുന്നതാണ്. എൻ്റെ മാതാപിതാക്കൾക്ക് 60 വയസ്സ് കഴിഞ്ഞവരാണ്. അവർക്ക് പോളിസി എടുക്കാൻ സാധിക്കുമോ? ഇതുവരെ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളിൽ വെച്ച് ഒരു നല്ലൊരു ചോദ്യമാണ്. വിദ്യാസമ്പന്നരായ പല ആളുകൾക്കും ഈ പോളിസി എടുക്കാൻ പറ്റുമോ, അതായത് 60 വയസ്സ് കഴിഞ്ഞവർക്ക് പോളിസി എടുക്കാൻ പറ്റുമോ എന്നുള്ള കാര്യം അറിയാത്തവരാണ്. 60 കഴിഞ്ഞവർക്ക് മെഡിക്കൽ ചെക്കപ്പോട് കൂടിയും മെഡിക്കൽ ചെക്കപ്പ് ഇല്ലാതെയും പല കമ്പനികളുടെയും പോളിസികൾ മുഴുവൻ തുകയും കിട്ടുന്ന പോളിസികൾ ലഭ്യമാണ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഞാൻ 15 ലക്ഷം രൂപയുടെ ഒരു പോളിസി എടുത്ത ആളാണ്.
ഹോസ്പിറ്റൽ ആവശ്യം വന്നപ്പോൾ ചെറിയ തുക മാത്രമേ കിട്ടിയുള്ളൂ. ശരിക്കും ഈ ഇൻഷുറൻസ് ഒരു തട്ടിപ്പാണോ? ഇത് വലിയൊരു സംഭവമാണ്. പലർക്കും നേരിടേണ്ടി വന്നിട്ടുള്ള ഒരു ബുദ്ധിമുട്ടാണ് ഇത്. ഇതിൻ്റെ കാരണങ്ങൾ മുഴുവൻ നമുക്കിപ്പോൾ ഈ എപ്പിസോഡിൽ പറയാൻ സാധിക്കില്ല. എങ്കിലും പ്രധാനപ്പെട്ട 2-3 കാര്യങ്ങൾ ഞാനിവിടെ പറയാം, എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്ന്. ഒന്ന്, നിങ്ങൾ പോളിസി എടുത്ത സമയത്ത് നിങ്ങളുടെ നിലവിലുള്ള രോഗങ്ങളോ അസുഖങ്ങളോ പറയാതെ പോളിസി എടുക്കുക. രണ്ടാമത്, വെയിറ്റിംഗ് പീരിയഡ് ഉൾപ്പെട്ട ഒരു രോഗത്തിന് വേണ്ടിയുള്ള ഒരു ചികിത്സയാണോ നിങ്ങൾ ചെയ്തത്. മൂന്നാമതായി, പോളിസിയുടെ സ്വഭാവം. ഈ 3 കാര്യങ്ങൾ കൊണ്ടാണ് കൂടുതലും ഇങ്ങനെയുള്ള സംഭവങ്ങൾ നേരിടേണ്ടി വരുന്നത്. ഇവിടെ നിങ്ങൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എപ്പോഴും ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി എടുക്കുമ്പോൾ ഒരു മണിക്കൂർ അല്ലെങ്കിൽ ഒരു 1.5 മണിക്കൂറെങ്കിലും ഇരുന്ന് സംസാരിച്ച് നിങ്ങളുടെ വിശദമായ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി പോളിസിയുടെ ഗുണങ്ങൾ അറിഞ്ഞതിന് ശേഷം മാത്രമേ നിങ്ങൾ ഒരു പോളിസി എടുക്കാവൂ. പിന്നെ ഇവിടെ നിങ്ങൾ ഒരു പോളിസി എടുത്ത ആളാണോ അല്ലെങ്കിൽ പോളിസി എടുക്കാൻ ഉദ്ദേശിക്കുന്ന ഒരാളാണോ, കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞ് പരിചയസമ്പന്നരായ ആളുകളിൽ നിന്നും പോളിസികൾ എടുക്കുക. എന്തെങ്കിലും സംശയങ്ങളോ ബുദ്ധിമുട്ടുകളോ ഉണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള പോളിസിയെ പറ്റിയോ അല്ലെങ്കിൽ എടുക്കാൻ ഉദ്ദേശിക്കുന്ന പോളിസിയെ പറ്റിയോ എന്തെങ്കിലും സംശയങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ എന്നെ ബന്ധപ്പെടാവുന്നതാണ്. താഴെ പറയുന്ന മെയിൽ ID യിലോ ഫോൺ നമ്പറിലോ എന്നെ ബന്ധപ്പെടുക.